വെൽക്കം ബാക്ക് ടു അവർ വീഡിയോസ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, അത് സോൾവ് ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞു, നമ്മൾ പ്രോബ്ലംസും ചെയ്തു അല്ലേ. ദെൻ നെക്സ്റ്റ് ആയി തന്നെ വരുന്ന നമ്മൾ പറഞ്ഞു ഒരു എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അത് ഒരു എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എന്നുള്ളൊരു എക്സാക്റ്റ് ഡിഫറൻഷ്യൽ അത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണെങ്കിൽ അത് ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് എന്നുള്ളൊരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സോൾവ് ചെയ്യുന്ന മെത്തേഡൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ഒരു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ അതിൻ്റെ റോൾ എന്താണെന്നാണ്. ജസ്റ്റ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പി ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഡി വൈ ഈക്വൽ ടു 0 ഈസ് നോട്ട് എക്സാക്റ്റ്. എന്താണ് ഈസ് നോട്ട് എക്സാക്റ്റ് ബട്ട് ക്യാൻ ബി മെയ്ഡ് എക്സാക്റ്റ് by multiplying it by a suitable function mu of xy not equal to 0. This function is called an integrating factor. Simply ഇത്രയേ ഉള്ളൂ. പി ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഡി വൈ ഈക്വൽ ടു 0 എന്നുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇവിടെ പിയും ക്യൂവും എടുത്തത് എന്തുകൊണ്ടാണെന്ന് വിചാരിക്കുന്നത്, നമ്മൾ ഇതുവരെ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്നായിരുന്നു എടുത്തിരുന്നത്. നമ്മൾ ഈ ചെയ്ത് വരുമ്പോൾ ടൈപ്പ് പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ എം ഡി എക്സ് പ്ലസ് എൻ ഡി എം എന്നും വേറെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് നൊട്ടേഷൻ മാറ്റി എടുത്തത്, ജസ്റ്റ് പി ആൻഡ് ക്യൂ എന്ന് എടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്നുള്ളത് ഒരു എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല എങ്കിൽ അതിനെ ഒരു സ്യൂട്ടബിൾ ഫങ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ എക്സാക്റ്റ് ആക്കി മാറ്റാൻ കഴിയും. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ ഫങ്ഷനെയാണ് നമ്മളൊരു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് തന്നിട്ടുള്ള ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് അല്ലെങ്കിൽ ഏതോ ഒരു ഫങ്ഷൻ കൊണ്ട് ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ടോട്ടലായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനാക്കി മാറ്റാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കതിനെ സോൾവ് ചെയ്യാം. എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ എടുക്കുന്ന ആ ഫങ്ഷനെയാണ് നമ്മളൊരു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഈ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാവുമല്ലോ, അത് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മളിവിടെ എക്സാക്റ്റ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അപ്പോൾ നോർമൽ നമ്മൾ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ എന്താ ചെക്ക് ചെയ്യുക, ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇവിടെ എം എന്നുള്ളിടത്ത് എന്താണ് പി എന്നാണ്, ക്യൂ എൻ എന്നുള്ളിടത്ത് ക്യൂ ആണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം എന്ത് ചെക്ക് ചെയ്യും, ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പം എക്സാക്റ്റ് ആണെങ്കിൽ ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് ആയിരിക്കും. നമ്മളിപ്പോൾ ഈ പറയുന്നത് എക്സാക്റ്റ് അല്ല എന്നാണ്. ഓക്കെ, സോ ഈ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് അല്ലെങ്കിൽ എന്തായിരിക്കും, ഡോ പി ബൈ ഡോ വൈ ഈസ് നോട്ട് ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഡോ പി ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു നോൺ സീറോ ക്വാണ്ടിറ്റി ആയിരിക്കും. ക്ലിയർ അല്ലേ. നമ്മൾ ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് ആയിരുന്നെങ്കിൽ എക്സാക്റ്റ് ആയേനെ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് അല്ല. അപ്പോൾ എക്സാക്റ്റ് അല്ല എന്ന് പറയുമ്പം ഇത് ഈക്വൽ അല്ല എന്നാണ്. അപ്പോൾ ഇത് ഈക്വൽ അല്ലാത്തതുകൊണ്ട് തന്നെ ഡോ പി ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളൊരു ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാൻ നമ്മളിപ്പോൾ ഏതൊരു ഫംഗ്ഷനും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് നമുക്കിതൊരു ഫംഗ്ഷനൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ രണ്ട് മെത്തേഡാണ് കേട്ടോ മെയിൻലി പറയുന്നത്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ രണ്ട് മെത്തേഡാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡിൽ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഡോ പി ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ എക്സ് കാണാം, അത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും നമ്മൾ പറഞ്ഞില്ലേ. അതിനെ ഈ ക്യൂണില്ലേ അതിന് 1/q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് കൺസിഡർ ദറ്റ് 1/q ഇൻറ്റു ഡോ പി ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ എക്സ്. മാറിപ്പോകരുത്, ഏതാണ് 1/q ഇൻറ്റു ഡോ പി ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ എക്സ്. ഇത് എന്താണ്, ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ഉള്ളി. അതായത് സം എഫ് ഓഫ് എക്സ് ആണെങ്കിൽ
ഈ കേസിൽ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറായിട്ട് ചൂസ് ചെയ്യുന്നത് ഇ റൈസ് ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ്. ക്ലിയർ ആയോ? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഡോ പി ബൈ ഡോ വൈ ഡോ ക്യൂ ബൈ ഡോ എക്സും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഈക്വൽ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു എക്സ്പ്രഷൻ 1/q ഇൻറ്റു ഡോ പി ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ എക്സ്, 1/q ഇൻറ്റു ഡോ പി ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്നുള്ള ഈ ഒരു എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ അതൊരു ഇൻ ടേംസ് ഓഫ് എക്സിൽ മാത്രമുള്ളൊരു ഫംഗ്ഷനാണ് വിചാരിക്കുക. ഓക്കെ, അത് വൈനെ കണ്ടെയ്ൻ ചെയ്യാൻ പാടില്ല, കോൺസ്റ്റൻ്റ് ആകാം. ഓക്കെ, അതിന് പ്രശ്നമില്ല. ഒന്നല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ്, അതല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് എക്സിൽ മാത്രമുള്ളൊരു ഫംഗ്ഷൻ. അത് നമ്മൾ സം എഫ് ഓഫ് എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ ആ കേസിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇ റൈസ് ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ്. രണ്ടും മാറിപ്പോകരുത്. നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്ന എക്സ്പ്രഷൻ ഇതാണ്, 1/q ഇൻറ്റു ഡോ പി ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ എക്സ്. ഇതൊരു ഇൻ ടേംസ് ഓഫ് എക്സിൽ മാത്രമുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ഇ റൈസ് ടു ദിസ് ഫംഗ്ഷനാണ്, ഇ റൈസ് ടു ഇൻ്റഗ്രൽ ഓഫ് ദിസ് ഫംഗ്ഷൻ. ഓക്കെ, ഇ റൈസ് ടു ഇൻ്റഗ്രൽ ഓഫ് ദിസ് ഫംഗ്ഷനെയാണ് നമ്മളൊരു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറായിട്ട് ചൂസ് ചെയ്യുന്നത്. ഇതാണ് മെത്തേഡ് 1 പറയുന്നത് കേട്ടോ. ഞാൻ മെത്തേഡ് 2 പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ഈ ഒരു മെത്തേഡ്, അതായത് മെത്തേഡ് 2 പറയുന്നത് ഇതിനത്തിന് വേറൊരു വേർഷനാണ്. ഇവിടെ നമ്മൾ 1/q ഇൻറ്റു ഡോ പി ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ എക്സ് ആണ് ചെയ്തത്. നെക്സ്റ്റ് കേസിൽ 1/p ഇൻറ്റു ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ is a function of y only. അതായത് സം എഫ് ഓഫ് വൈ ആണെങ്കിൽ ആ കേസിൽ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറായിട്ട് ചൂസ് ചെയ്യുന്നത് എന്താണ്, ഇ റൈസ് ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് വൈ ഡി വൈ. അത് നമ്മൾ ചെറിയൊരു വ്യത്യാസമുള്ളൂ, ഇവിടെ മാറിപ്പോകരുത്. ഡോ പി ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ എക്സ് ഇൻറ്റു 1/q എന്നാണ്. ഈ കേസിൽ ഒരു മൈനസിൻ്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. എന്താണ്, ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഇൻറ്റു 1/p എന്നാണ്. അതൊരു ഫങ്ഷൻ ഓഫ് വൈ ഒൺലി ആണെങ്കിൽ അത് നമ്മൾ എഫ് ഓഫ് വൈ എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഇ റൈസ് ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് വൈ ഡി വൈ ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് മെത്തേഡും ഞങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്ക് ചെയ്ത് വരുമ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇനി പ്രോബ്ലത്തിൻ്റെ ബാക്കി കൂടെ ഞാൻ പറയാം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഈ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറിനെ കൊണ്ട് ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷനെ മൾട്ടിപ്ലൈ ത്രൂ ഔട്ട്. ഈ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ത്രൂ ഔട്ട് ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എഗെയിൻ നമ്മൾ അവിടുത്തെ എക്സാക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഇക്വേഷൻ അല്ലേ, ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് വെച്ചിട്ട് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതെന്തായിട്ടുണ്ടാവും, ഒരു എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കൊരു എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിനെ സോൾവ് ചെയ്യാനും പറ്റും. പ്രോബ്ലം ചെയ്യാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 10 - 6y + e raised to -3x into dx minus 2 into dy equal to 0. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ് നമ്മളൊന്ന് കമ്പയർ ചെയ്യുക. ഹിയർ ഇതിൻ്റെ പി ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി എക്സ് മൈനസ് 2 ഇൻറ്റു ക്യൂ ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 0 എന്നുള്ള ആ ഒരു ഇക്വേഷനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ പി എന്ന് പറയുന്നത് എന്താണ്, ഹിയർ p is equal to p of xy is equal to 10 - 6y + e raised to -3x and q is equal to -2 ആണ് കേട്ടോ. എടുക്കാം -2 എന്ന് എടുക്കാൻ മറക്കരുത്, കാരണം നമുക്ക് p dx + q dy എന്നുള്ളതാണ് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ -2 എന്നാണ്. ഓക്കെ, അപ്പോൾ അതെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. p is equal to 10 - 6y + e raised to -3x and q is equal to -2 എന്ന് കിട്ടി. സോ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതൊരു എക്സാക്റ്റ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സാക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ഡോ പി ബൈ ഡോ വൈക്കാണ്. ഡോ പി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു, അതായത് പീനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 10 ചെയ്താൽ 0 ആണ്. സോ -6y എന്ന് വരുമ്പോൾ ഇവിടെ എന്താവും, -6 എന്നുണ്ടാവും. സോ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ടേമൊക്കെ 0 ആയി പോകും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്യൂവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യുന്നു നമ്മൾ ഡോ ക്യൂ ബൈ ഡോ എക്സ്. പക്ഷേ ക്യൂ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ഡോ ക്യൂ ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 എന്നാണ്. അതായത് സിംപ്ലൈസ് ദാറ്റ്
dou p by dou y is not equal to dou q by dou x എന്ന് കിട്ടി ആണല്ലോ. dou p by dou y is not equal to dou q by dou x and therefore the given differential equation is not exact. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണല്ലോ. നമ്മൾ ജസ്റ്റ് പി എന്നും ക്യൂവും എടുത്ത് എഴുതി ദെൻ ഡോ പി ബൈ ഡോ വൈയും ഡോ ക്യൂ ബൈ ഡോ എക്സും കണ്ടു. അത് രണ്ടും ഈക്വൽ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് തന്നിട്ടുള്ള ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തല്ല, എക്സാക്റ്റ് അല്ല എന്ന് നമ്മൾ എഴുതി. ഓക്കെ, ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഇതൊന്ന് എടുത്ത് എഴുതിയാണ്, നിങ്ങൾ എടുത്ത് എഴുതണം കേട്ടോ. എടുത്ത് എഴുതിയിട്ട് അതിനൊരു ഇക്വേഷൻ നമ്പർ 1 എന്ന് പുട്ട് ചെയ്യുക. നമ്മൾ എടുത്ത് എഴുതിയിട്ടില്ല ഈ ക്വസ്റ്റിനകത്തല്ല, ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതിയിട്ട് അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് പുട്ട് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്ന് 1/q ഇൻറ്റു ഡോ പി ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്നുള്ള ഇക്വേഷനുണ്ട്. ഒന്ന് 1/p ഇൻറ്റു ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ എന്നുള്ള ഇക്വേഷനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, ഇവിടെ p എന്ന് പറഞ്ഞാൽ 10 - 6y പ്ലസ് ആദ്യം ഈ ഒരു ഡിഫറൻസ് കണ്ടു നോക്കാം. ജസ്റ്റ് ഡോ പി ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ എക്സ് അല്ലേ, അത് കാണാം. നമ്മൾ ഡോ പി ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്നുള്ള ഈ ഒരു ഡിഫറൻസ് കാണാം. ഈ ഡിഫറൻസ് ഈ കേസിൽ എന്താണ്, -6 - 0, അതായത് ജസ്റ്റ് -6 മാത്രമാണ്. ഓക്കെ, -6 മാത്രമാണ്. ഇനി നമുക്ക് ഒരു ഇക്വേഷനകത്ത് 1/p കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, മറ്റൊരു ഇക്വേഷനകത്ത് 1/q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, ഒന്നില്ലെങ്കിൽ എക്സ് ഒള്ളിയിലുള്ളൊരു ഫംഗ്ഷൻ കിട്ടണം നമുക്ക്, അതല്ലെങ്കിൽ വൈ ഒള്ളിയിലുള്ളൊരു ഫംഗ്ഷൻ കിട്ടണം അല്ലേ. അപ്പോൾ മിക്സ്ഡ് ആയിട്ട് കിട്ടിയിട്ട് നമ്മൾ കാര്യം നടക്കില്ല. ഒന്നില്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഒള്ളിയാണ്, അതല്ലെങ്കിൽ വൈ ഒള്ളിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൽ ക്യൂ ആണോ പി ആണോ ഏത് സെലക്ട് ചെയ്താലാണ് നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു വേരിയബിളിൽ മാത്രമുള്ള ഫംഗ്ഷൻ കിട്ടുക എന്ന് നോക്കാം. ഇവിടെ നമുക്ക് പി നോക്കിയാൽ തന്നെ അറിയാം അല്ലേ. പി എന്ന് പറഞ്ഞാൽ 10 - 6y പ്ലസ് e - 3x ആണ്. സോ 1/p കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരിക്കലും നമുക്ക് എക്സിലോ വൈയിലോ മാത്രമായിട്ടുള്ളൊരു ഫംഗ്ഷൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന ഇതാണ് 1/q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്, 1/q ഇൻറ്റു ഡോ പി ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ എക്സ്. ഓക്കെ, അപ്പോൾ 1/q q എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് -2 ആണ്. സോ 1/q എന്ന് പറയുമ്പം 1/-2 എന്ന് വരും. ഇൻറ്റു ഡോ പി ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ എക്സ് നമ്മളിപ്പോൾ എന്ത് ചെയ്തു, -6 ആണെന്ന് ചെയ്തു. സോ -1/2 ഇൻറ്റു -6 ഇസ് ഈക്വൽ ടു +3 എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ശരിക്കും 1/q ഇൻറ്റു ഡോ പി ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്നുള്ളത് ഒരു ഇൻ ടേംസ് ഓഫ് എക്സിൽ മാത്രമുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് എക്സിൽ മാത്രം, അതല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയാലും കുഴപ്പമില്ല, അതിൽ വൈ വരാൻ പാടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, കോൺസ്റ്റൻറ്റോ അതല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് എക്സിലോ മാത്രമുള്ള ഫംഗ്ഷൻ ആവുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ f(x) ആയിട്ട് എന്താണ് ഈ 3 ആയി എടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, ദ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് നമ്മൾ ഈ കേസിൽ എന്താ പറഞ്ഞത്, ഫംഗ്ഷൻ ഓഫ് എക്സ് ഉള്ളതാണെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്, നമ്മൾ e⁻∫ f(x) dx എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കേസിൽ എന്ത് വരും, e⁻∫ f(x) എന്ന് പറഞ്ഞാൽ 3 ആണ്, 3 dx എന്ന് വരും. ദറ്റ് ഈസ് ഇൻ്റഗ്രൽ 3 dx എന്ന് പറഞ്ഞാൽ എന്താണ് വരിക, e⁻3x ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണെന്ന് കിട്ടി, e⁻3x ആണ് എന്ന് കിട്ടി. ഇനി നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് അറിയോ, ഈ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറിനെ നമ്മൾ ഇക്വേഷൻ 1 എന്ന് ഇട്ടിട്ടില്ല, ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ത്രൂ ഔട്ട് ആ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷനെ e⁻3x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുക, ഇക്വേഷൻ 1 into e⁻3x implies that 10 - 6y plus e⁻3x into e⁻3x dx minus 2 into e⁻3x dy equal to 0 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ ഈ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഒന്നും കൂടെ ഒന്ന്
സോൾവ് ചെയ്ത് എഴുതിയാൽ 10 ഇൻറ്റു ഇ റേസ് ടു 3x മൈനസ് 6 ഇൻറ്റു ഇ റേസ് ടു 3x ഇൻറ്റു y. ഇവിടെ ഇ റേസ് ടു മൈനസ് 3x ഇൻറ്റു ഇ റേസ് ടു പ്ലസ് 3x എന്ന് പറയുമ്പം ഇ റേസ് ടു 0 എന്ന് വരും. സോ ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ് കേട്ടോ. പ്ലസ് 1 ഡി എക്സ് എന്ന് വരും. മൈനസ് 2 ഇൻറ്റു ഇ റേസ് ടു 3x dy ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ന്യൂ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. അത് തന്നെയാണ് അതിന് ജസ്റ്റ് ഒരു ഇ റേസ് ടു 3x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന വേറെ ഡിഫറൻഷ്യൽ ഇക്വേഷനായി വന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇത് എക്സാക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഹിയർ ഇത് നമ്മൾ എം എന്ന് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് എം ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു ഇ റേസ് ടു 3x മൈനസ് 6 ഇൻറ്റു ഇ റേസ് ടു 3x ഇൻറ്റു y പ്ലസ് 1 ആൻഡ് n ഇസ് ഈക്വൽ ടു ഹിയർ മൈനസ് 2 ഇൻറ്റു ഇ റേസ് ടു 3x. ഓക്കെ, ഇവിടെ വീണ്ടും നമ്മൾ ഇൻറ്റഗ്രേറ്റീവ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എമ്മും എന്നും യൂസ് ചെയ്യാന്നുള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് അവിടെ പിയും ക്യൂവും എടുത്തത്. അപ്പോൾ അവിടെ പിയും ക്യൂവും എടുത്തതിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇതുവരെ ഫസ്റ്റൊക്കെ എക്സാക്റ്റ് പറഞ്ഞപ്പോൾ എമ്മും എന്നും എടുത്തിട്ട് പെട്ടെന്ന് അവിടെ എന്താ പിയും ക്യൂവും പറഞ്ഞതെന്നുണ്ടാവും. അവിടെ പിയും ക്യൂവും പറയാൻ കാരണം വീണ്ടും നമുക്ക് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടുമ്പോൾ അവിടെ എമ്മും എന്നും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, രണ്ടിനും ഒരേ നൊട്ടേഷൻ കൊടുക്കണ്ടെന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ന്യൂ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ടേംസ് നമ്മൾ എം എന്നും എൻ എന്ന് എടുക്കുകയാണ്. ഇതിന് അഗെയിൻ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. ഡോ എം ബൈ ഡോ വൈ. എമ്മിനെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ്. സോ ഈ ടേം ഈക്വൽ ടു 0 ആയിരിക്കും. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുമ്പോൾ എക്സിൻ്റെ ടേംസ് ഒക്കെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് കിട്ടും? നമുക്ക് മൈനസ് 6 ഇൻറ്റു ഇ റേസ് ടു 3x എന്ന് കിട്ടും. സോ 1 ചെയ്താൽ അഗെയിൻ 0 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? എന്നിന് പാർഷ്യലി ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. സോ മൈനസ് 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു 3x എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു 3x ഇൻറ്റു 3 എന്നാണ്. ദാറ്റ് ഈസ് മൈനസ് 6 ഇൻറ്റു ഇ റേസ് ടു 3x എന്ന് വരും. ഓക്കെ, അപ്പോൾ നോക്കൂ, ഡോ എം ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു മൈനസ് 6 ഇൻറ്റു ഇ റേസ് ടു 3x ആൻഡ് ഡോ എൻ ബൈ ഡോ എക്സ് ഈസ് ഓൾസോ മൈനസ് 6 ഇൻറ്റു ഇ റേസ് ടു 3x ആണ് കിട്ടി അല്ലേ. അപ്പോൾ എന്ത് കിട്ടി? implies that dou m by dou y equal to dou n by dou x. So the given differential equation is exact. ഓക്കെ, നമ്മൾ ഈ പറയുന്നത് നമ്മുടെ ഒറിജിൻ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെയാണ് കേട്ടോ. അത് ആദ്യം എക്സാക്റ്റ് ആയിരുന്നില്ല. അപ്പം നമ്മൾ ഈ ഫംഗ്ഷൻ കണ്ടുപിടിച്ചു, അതിനെ മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് അതിനെ തന്നെ എക്സാക്റ്റ് ആക്കി ഇപ്പോൾ നമ്മൾ. ഓക്കെ, ഇനി നമ്മൾ എക്സാക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇനി എന്ത് പറയാൻ പറ്റും? അതിനൊരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റും, പറ്റില്ലേ? ദെൻ ബൈ ഡെഫിനിഷൻ there exists a function u of xy such that dou u by dou x equal to m and dou u by dou y equal to n അല്ലേ. നമ്മൾ നോർമലി ചെയ്ത മെത്തേഡ് തന്നെ കേട്ടോ. എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുക അതേ മെത്തേഡ് തന്നെയാണ്. സോ ഹിയർ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു നമ്മൾ എം എന്തായിരുന്നു? m is equal to 10 into e raised to 3x minus 6 into e raised to 3x y plus 1 and n is equal to minus 2 into e raised to 3x കേട്ടോ. So dou u by dou x equal to 10 into e raised to 3x minus 6 into e raised to 3x into y plus 1 and dou u by dou y equal to minus 2 into e raised to 3x. ഓക്കെ, നമ്മൾ അവിടെ ഇക്വേഷൻ 1 എന്ന് ഫസ്റ്റ് പുട്ട് ചെയ്തു. സോ ഇതിനൊരു ഇക്വേഷൻ 2 എന്നും ഇതിനൊരു ഇക്വേഷൻ 3 എന്നും പുട്ട് ചെയ്യാം. ദെൻ ഇൻ്റഗ്രേറ്റ് ഇക്വേഷൻ 2 വിത്ത് റെസ്പെക്ട് ടു എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ബൈ കൺസിഡറിങ് എന്താണ്? y ആസ് എ കോൺസ്റ്റൻറ്റ്. ബൈ കൺസിഡറിങ് y ആസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുക? വൈനെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് വിത്ത് റെസ്പെക്ട് എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ഓഫ് ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മൾ ഒരുപാട് പ്രോബ്ലം ചെയ്തതാണ് കേട്ടോ. ഇതിനെന്ത് ചെയ്യും? വിത്ത് റെസ്പെക്ട് എക്സിലാണ് വേണമെങ്കിൽ എന്ന് എഴുതാം. ഇൻ്റഗ്രൽ ഓഫ്
10 into e raised to 3x minus 6 into e raised to 3x into y plus 1 dx. ഇവിടെ എന്താണ് y കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. സോ എന്ത് കിട്ടി? റെസ്പെക്റ്റ് എക്സിലായതുകൊണ്ട് തന്നെ 10 into e raised to 3, ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക? e raised to 3x by 3 എന്ന് വരും. സോ e raised to 3x by 3. ഇവിടെ y കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. അപ്പോൾ 6ഉം കോൺസ്റ്റൻ്റ് ആണ്. സോ -6y എടുത്താൽ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ e raised to 3x by 3 എന്ന് വരും. പ്ലസ് 1ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ x എന്ന് വരും. പ്ലസ് നമുക്കറിയാം ഇവിടെ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ നമ്മൾ എന്തെടുക്കുന്നു? ഇൻ ടേംസ് ഓഫ് വൈയിലുള്ളൊരു ഫംഗ്ഷൻ k ഓഫ് y എന്ന് എടുക്കുക. ഓക്കെ, ജസ്റ്റ് 10/3 ഇൻറ്റു e raised to 3x. 6/3 എന്ന് പറഞ്ഞാൽ 2 എന്നാണ്. സോ -2 ഇൻറ്റു e raised to 3x ഇൻറ്റു y പ്ലസ് എക്സ് പ്ലസ് k ഓഫ് എന്ന് എഴുതുക. ഓക്കെ, പിന്നെ ഇക്വേഷൻ നമ്പർ 4 എന്നിടാം നമുക്ക്. u of xy എന്നാണ് കേട്ടോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത്. നൗ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 4 വിത്ത് റെസ്പെക്ട് ടു y അല്ലേ. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു, വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ചെയ്യുന്നത്. സോ ദിസ് ടൈം ഇസ് 0. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുമ്പം എക്സ് കോൺസ്റ്റൻ്റ് ആണ്. സോ -2 ഇൻറ്റു e raised to 3x എന്ന് കിട്ടും. ഇതൊന്നും എന്താണ്? 0. സോ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ ഇതൊരു വൈ ഉള്ളിലുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് k ഡാഷ് y എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഡോ യു ബൈ ഡോ വൈ is equal to എന്ത് കിട്ടി നമുക്ക്? -2 ഇൻറ്റു e raised to 3x പ്ലസ് k ഡാഷ് y എന്ന് കിട്ടി. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡോ യു ബൈ ഡോ വൈ is equal to -2 ഇൻറ്റു e raised to 3x പ്ലസ് k ഡാഷ് y. നമ്മൾ ഈ സ്റ്റേജിൽ എന്താ ചെയ്യുന്നത്? ഈ ഡോ യു ബൈ ഡോ വൈയും ഈ ഡോ യു ബൈ ഡോ വൈയും കൂടെ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, ഇക്വേറ്റിംഗ് ഇക്വേഷൻ 3 ആണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. 3 and 5 വി ഗെറ്റ് എന്താ കിട്ടുക? ഇക്വേഷൻ 3ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് നമുക്ക് ജസ്റ്റ് -2 ഇൻറ്റു e raised to 3x എന്നാണ്. ഇവിടെ നമുക്കുള്ളത് -2 ഇൻറ്റു e raised to 3x പ്ലസ് k ഡാഷ് y എന്നാണ്. സോ സിംപ്ലി ഇവിടെ നമുക്ക് എന്ത് കിട്ടും? k ഡാഷ് y ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. ഇൻറ്റഗ്രേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അത് എഴുതുന്നില്ല കേട്ടോ, നിങ്ങൾ എഴുതാം. ഇൻറ്റഗ്രേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു വൈ വി ഗെറ്റ് k ഓഫ് y ഈക്വൽ ടു c എന്ന് കിട്ടും അല്ലേ. k ഡാഷ് y ഈക്വൽ ടു 0 ആണെങ്കിൽ പിന്നെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? k ഓഫ് y ഈക്വൽ ടു c ആണ് കിട്ടും. സോ ഈ k ഓഫ് y ഈക്വൽ ടു c എന്നുള്ള വാല്യൂ നമ്മൾ എവിടെ പുട്ട് ചെയ്യുന്നു? നമ്മൾ u of xy ഇവിടെ അല്ലേ. u of xy നമ്മൾ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? u of xy ഈക്വൽ ടു 10/3 ഇൻറ്റു e raised to 3x മൈനസ് 2 ഇൻറ്റു e raised to 3x ഇൻറ്റു y പ്ലസ് എക്സ് പ്ലസ് c എന്ന് കിട്ടും. ഓക്കെ, ഹെൻസ് ദ സൊല്യൂഷൻ ഓഫ് given differential equation is 10/3 into e raised to 3x minus 2 into e raised to 3x into y plus x equal to c. ഓക്കെ, അപ്പോൾ ഒരുപാട് ചെയ്ത പോലെ നിങ്ങൾക്ക് മേ ബി തോന്നുന്നുണ്ടാവും. അത് ഫസ്റ്റ് ഈ ടൈപ്പിൽ ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മൾ നോർമൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അത് എക്സാക്റ്റ് ആണോ ചെക്ക് ചെയ്യും. എക്സാക്റ്റ് ആണെങ്കിൽ അതിനെ ചെയ്യുന്ന രീതിയില്ലേ അത്രയുണ്ട്. അതിൽ കുറച്ച് എക്സ്ട്രാ ആയിട്ട് വരുന്നത് ആദ്യം നമ്മളൊന്ന് എക്സാക്റ്റ് ആണോ ചെക്ക് ചെയ്യുമ്പോൾ എക്സാക്റ്റ് അല്ല എന്ന് കിട്ടും. അപ്പോൾ അവിടെ ഒരു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മൾ കാണണം. ദെൻ ആ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് അവിടെ വേറെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. ഓക്കെ, അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ നോർമൽ ചെയ്ത് ഇത് വീണ്ടും എക്സാക്റ്റ് ആണോ ചെക്ക് ചെയ്യുക, ദെൻ സോൾവ് ചെയ്യുക. അപ്പോൾ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടിട്ട് ആ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് വരെ ഒന്ന് എക്സ്ട്രാ വരും. അപ്പോൾ നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയി തോന്നും. ടഫുള്ളൊരു പ്രോബ്ലം എന്നല്ല, കുറച്ചും കൂടി 2 സ്റ്റെപ്പും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട് എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങളൊന്നും എടുത്ത് സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ.